ചാന്ദ്രദിന ക്വിസിലേക്ക് ഏവർക്കും സ്വാഗതം. ISRO 2025 ഏത് വർഷമായി ആചരിക്കാനാണ് തീരുമാനിച്ചത്? ഗഗന്യൻ വർഷം. ആദ്യ ബഹിരാകാശ യാത്ര നടത്തിയ ഇന്ത്യക്കാരൻ ആര്? രാകേഷ് ശർമ്മ. ആദ്യമായി അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആര്? ശുഭാംശു ശുക്ല. സുനിത വില്യംസ് എത്ര കാലം ബഹിരാകാശത്ത് ചിലവഴിച്ചു? 9 മാസവും 14 ദിവസവും. കൽപ്പന ചൗള ജനിച്ചത് എവിടെ? ഹരിയാനയിലെ കർണാലിൽ. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ആര്? വിക്രം സാരാഭായ്. ചാന്ദ്രദിനമായി ആചരിക്കുന്നത് എന്നാണ്? ജൂലൈ 21. സുനിത വില്യംസിനൊപ്പം ബഹിരാകാശത്ത് ചിലവഴിച്ച സഹയാത്രികൻ ആരായിരുന്നു? ബുച്ച് വിൽമോർ. ശുഭാംശു ശുക്ല ബഹിരാകാശത്ത് ഏത് സ്റ്റേഷനിലാണ് എത്തിച്ചേർന്നത്? IMS സ്പേസ് സ്റ്റേഷൻ. ഒരു ദിവസത്തിൽ 16 സൂര്യോദയം കാണപ്പെടുന്നത് എവിടെയാണ്? അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ. ചന്ദ്രനെക്കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സെലനോളജി. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഏത്? എജുസാറ്റ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്ന ഏജൻസി ഏത്? നാസ. ഒരു മനുഷ്യന് ഒരു ചെറിയ ചുവടുവയ്പ്, എന്നാൽ മാനവരാശിക്ക് ഒരു കുതിച്ചുചാട്ടം. ഇത് പറഞ്ഞത് ആര്? നീൽ ആംസ്ട്രോങ്. ശുഭാംശു ശുക്ലയെ ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യത്തിൻ്റെ പേര് എന്ത്? ആക്സിയോം 4. ചന്ദ്രനിൽ നിന്ന് ദൃശ്യമാകുന്ന ആകാശത്തിൻ്റെ നിറം എന്ത്? കറുപ്പ്. ഇന്ത്യയുടെ ആദ്യത്തെ കാലാവസ്ഥാ ഉപഗ്രഹം ഏത്? കൽപ്പന 1. ഇന്ത്യയുടെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? തുമ്പ. ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയത് ഏത് വർഷം? 1969 ജൂലൈ 21. ഭൂമിയുടെ ഏക ഉപഗ്രഹം ഏത്? ചന്ദ്രൻ. ഇന്ത്യയുടെ ചാന്ദ്രദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ചാന്ദ്രയാൻ. ബഹിരാകാശ തുറമുഖം എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട. ISROയുടെ ആസ്ഥാനം എവിടെ? ബാംഗ്ലൂർ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം എവിടെ? തുമ്പ. ഇന്ത്യയുടെ പ്രഥമ ചാന്ദ്ര പര്യവേഷണ പദ്ധതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ചാന്ദ്രയാൻ 1. ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ചത് എന്ന്? 2008 ഒക്ടോബർ 22. ഏത് റോക്കറ്റ് ഉപയോഗിച്ചാണ് ചാന്ദ്രയാൻ വിക്ഷേപിച്ചത്? PSLV C-11. ഇന്ത്യയുടെ ചാന്ദ്ര പദ്ധതിക്ക് ചാന്ദ്രയാൻ എന്ന പേര് നൽകിയത് ആര്? AB വാജ്പേയി. ചന്ദ്രൻ്റെ വ്യാസം എത്രയാണ്? 3475 കിലോമീറ്റർ. ചന്ദ്രനിലെ ആകാശത്തിന് കറുപ്പ് നിറം ആവാൻ കാരണമെന്ത്? ചന്ദ്രനിൽ അന്തരീക്ഷം ഇല്ലാത്തതുകൊണ്ട്. ചന്ദ്രനിലെ മണ്ണിന് പറയുന്ന പേര് എന്താണ്? റിഗോലിത്ത്.
ആദ്യ ചാന്ദ്രയാത്രയിൽ ലോകരാഷ്ട്ര തലവന്മാരുടേതായി ചന്ദ്രനിൽ സ്ഥാപിച്ച വാചകം എന്ത്? ലോക നന്മ കൈവരാൻ മനുഷ്യൻ്റെ ചാന്ദ്രയാത്രയ്ക്ക് കഴിയട്ടെ. ആദ്യമായി ചന്ദ്രനിൽ കാലുകുത്തിയ മനുഷ്യൻ ആര്? നീൽ ആംസ്ട്രോങ്. നീൽ ആംസ്ട്രോങ് ചന്ദ്രനിൽ എത്ര സമയം ചിലവഴിച്ചു? 2 മണിക്കൂർ 48 മിനിറ്റ്. 1969 ജൂലൈ 21 മനുഷ്യനെ ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അപ്പോളോ 11. മിസൈൽ മാൻ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആര്? ഡോക്ടർ APJ അബ്ദുൽ കലാം. ഒരു മാസത്തിൽ രണ്ടാമത് കാണുന്ന പൂർണ്ണചന്ദ്രന് പറയുന്ന പേര് എന്ത്? ബ്ലൂ മൂൺ. നക്ഷത്രത്തിൻ്റെ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ്? അതിൻ്റെ താപനിലയെ. ഇന്ത്യയുടെ കേപ്പ് കെന്നഡി എന്നറിയപ്പെടുന്നത് എവിടെയാണ്? ശ്രീഹരിക്കോട്ട. നീലഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ഏത്? ഭൂമി. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. സുനിത വില്യംസ് ഭൂമിയിലേക്ക് ഇറങ്ങിയത് എവിടെയാണ്? ഫ്ലോറിഡ തീരം. ഭൂമിയോട് ഏറ്റവും അടുത്ത നക്ഷത്രം ഏത്? സൂര്യൻ. ചന്ദ്രനും സൂര്യനും ഇടയിൽ ഭൂമി എത്തുമ്പോൾ ഉണ്ടാവുന്ന പ്രതിഭാസം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ്റെ പേരുള്ള ദിവസം ഏത്? തിങ്കൾ.